ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കപ്പ് റവയും ഒരു നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്ത നല്ല അടിപൊളിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു കപ്പ് റവയും ഒരു നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നേന്ത്രപ്പഴം കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നീട് 1/2 കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ആ അരച്ചെടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു കട്ടിക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ പാൽ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമ്മുടെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആയിരുന്നാലും ഒരുപാട് ഇഷ്ടപ്പെടും. ഒരു തവണയെങ്കിലും നേന്ത്രപ്പഴവും റവയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.